പ്രവാസിയും പൂർണ്ണഗർഭിണിയുമായ യുവതിയെ വീട്ടു ക്വാറന്റൈനിൽ താമസിക്കാൻ വിടാതെ നാട്ടുകാർ. ഗൾഫിൽ നിന്നും വന്ന ഒറ്റ കാരണത്താലാണ് അയൽവാസികൾ വീട്ടു ക്വാറന്റൈനിൽ നിൽക്കാൻ സമ്മതിക്കാതിരിക്കുന്നത്. അയൽവാസികളും നാട്ടുകാരും ഇതുമൂലം യുവതിയെ മാനസികമായി പീഡിപ്പിക്കുന്നു. ഇതിനെതിരെ പരാതിയുമായി യുവതി ലൈവിൽ വന്നിരിക്കുകയാണ്. എൻ്റെ പേര് ആശ എന്നാണ്. ഞാൻ ചിറയൻകീഴ് പഞ്ചായത്തിൽ 19-ാം വാർഡിൽ പറമ്പുടാവ് എന്ന വീട്ടിലാണ് ഞാൻ താമസം. ഞാൻ 7 മാസം പൂർണ്ണ ഗർഭിണിയാണ്. എനിക്കിത് 8-ാം മാസം സ്റ്റാർട്ടിംഗ് ആണ്. ഞാൻ 10 മാസമായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ദുബായിലായിരുന്നു താമസം. ഞാൻ പൂർണ്ണ ഗർഭിണിയായത് കാരണം എനിക്ക് നാട്ടിലേക്ക് വരേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ ഞാൻ 26-ാം തീയതി വൈകുന്നേരം അവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറി 27-ാം തീയതി, അതായത് ഇന്നലെ വെളുപ്പിന് 12:30 മണിയോടുകൂടി എയർപോർട്ടിലെത്തി. ഒരു എയർപോർട്ട് ടാക്സിയിൽ വെളുപ്പിന് 4 മണിയോടുകൂടി എനിക്ക് എൻ്റെ വീട്ടിലെത്തി. ഞാനിപ്പോൾ ഹോം ക്വാറന്റൈനിലാണ്. എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ എൻ്റെ അമ്മയും എൻ്റെ മകനും താമസം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് 58 വയസ്സ്, മോന് 7 വയസ്സ്. ഇവർ അടുത്തുള്ള എൻ്റെ ആൻറ്റിയുടെ വീട്ടിലോട്ട് താമസം മാറിയിട്ട് എനിക്ക് ഈ വീട് ഒഴിഞ്ഞു തന്നു ഹോം ക്വാറന്റൈനിൽ കിടക്കാനായിട്ട്. അതിനുശേഷം അമ്മയാണ് എനിക്ക് 3 നേരം ആഹാരം കൊണ്ട് തരുന്നത്. ഇന്നലെയും ഇന്നുമായിട്ട് ആഹാരം കൊണ്ട് തരുന്നത്. അല്ലാതെ ഞാനും അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഈ അയൽപക്കത്തുള്ള 3 വീട്ടുകാർ എന്നെ ഇവിടെ ക്വാറന്റൈനിൽ കിടക്കാൻ സമ്മതിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഞാൻ എവിടെയെങ്കിലും ക്വാറന്റൈൻ സെന്ററിലോട്ട് പോകണം എന്നാണ് പറയുന്നത്. ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞുതരാം. രാധാമണി, സിനി, ചന്ദ്രബാബു, മോഹനൻ, സീന, സുധ, ഇത്രയും പേർക്കാണ് ഈ പരാതിയും എതിർപ്പുള്ളത്. ഇവർ ഇന്നലെ രാത്രി മുതൽ ജനമൈത്രി പോലീസിൽ കംപ്ലൈന്റ്. അവർ ഇന്നിപ്പോൾ ജനമൈത്രി പോലീസ് ഇവിടെ രാവിലെ വന്നിട്ട് പറഞ്ഞിട്ട് പോയി. അവർക്ക് അവിടെ ഇരിക്കാൻ നിവർത്തിയില്ല പരാതി കാരണം എന്നും പറഞ്ഞ് അവർ വന്ന് പറഞ്ഞിട്ട് പോയി. അവര് ആന്റിയുടെ വീട്ടിലുള്ളവരെയും ക്വാറന്റൈൻ ചെയ്തിട്ട് അവർ പോയി. 14 ദിവസം ആഹാരത്തിനായാൽ പോലും വെളിയിലോട്ട് ഇറങ്ങരുത്, ഈ കോമ്പൗണ്ട് വിട്ട് വെളിയിൽ ഇറങ്ങരുത് എന്നവർ പറഞ്ഞിട്ട് പോയി. എന്തിനാണ് ഈ ആൾക്കാർക്ക് ഇത്രയും വിരോധമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പൂർണ്ണ ഗർഭിണിയാണ്. എൻ്റെ വയസ്സിൽ പൂർണ്ണ വളർച്ചയെത്തിയൊരു കുഞ്ഞുണ്ട്. ഈ 4 വാക്കുന്നുള്ള പ്രഷർ കാരണം എനിക്കോ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന് പൂർണ്ണ ഉത്തരവാദി ഈ അയൽപക്കത്തുള്ള ആൾക്കാർ മാത്രമായിരിക്കും. ദൈവത്തോർത്ത് നിങ്ങൾ ആൾക്കാർ ഇതിനു വേണ്ടി പ്രതികരിക്കണം. എൻ്റെ നിസ്സഹായ അവസ്ഥ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. എൻ്റെ ഈ സാഹചര്യം നാളെ ഒരു സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വരാം. എനിക്ക് സഹായം ചെയ്തു തന്ന 1-2 പേരുണ്ട്. BJPയുടെ ഒരു പ്രവർത്തകനായ ശ്രീജിത്ത് എന്ന് പറയുന്ന നല്ല മനുഷ്യസ്നേഹിയായ ഒരു ചേട്ടൻ. ആ ചേട്ടനാണ് എന്നെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഇവിടെ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തന്നതും എല്ലാം ചെയ്തത്. ആ ഒരു പുരുഷനായ ആ ഒരാൾക്കുള്ള മനസാക്ഷി പോലും ഈ സ്ത്രീകൾ എന്നോട് കാണിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദയനീയം. പിന്നെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തതെന്ന് ഇവിടെ ഒരു ആശാപ്രവർത്തകയുണ്ട്. സീമ എന്നാണ് ആ ചേച്ചിയുടെ പേര്. ആ ചേച്ചിക്കും ഡെയിലി ഇന്നലെ മുതൽ കംപ്ലൈന്റ് ആ ചേച്ചിക്കും ചെന്നിട്ട് ആ ചേച്ചിയുടെ അടുത്ത് പറയുകയാ, ഇവിടെ ഈ പരിസരത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പൂർണ്ണ ഉത്തരവാദി ഞാനാണ്, അതുകൊണ്ട് ആ ചേച്ചിയുടെ ജോലിയും തീർപ്പിക്കും എന്നൊക്കെയാണ് ഈ കംപ്ലൈന്റ് പോണത്. അത് എന്തിനാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ദൈവത്തോർത്ത് എൻ്റെ നിസ്സഹായ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ആന്റിയുടെ വീട്ടിൽ ആന്റിയും ആന്റിയുടെ മോളും മാത്രമാണ് താമസം. ആന്റിക്ക് 2 പെൺമക്കളാണ്. ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി. ആന്റിയുടെ ഒരാളിന്റെ വരുമാനത്തിലാണ് ആ വീട്ടിലുള്ളത്. ആന്റിയുടെ മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമേ ആകുന്നുള്ളൂ. ആന്റിക്ക് 5 ലക്ഷം രൂപയോളം കടമുണ്ട്. ആന്റി ആറ്റിങ്ങൽ ഒരു ഹോട്ടലിൽ ജോലിക്ക് പോവുകയാണ്. ആന്റിക്ക് ആ ഒരു വരുമാനം മാത്രമാണ് ആന്റിക്കുള്ളത്. ആ വരുമാനം ഇപ്പൊ 3 മാസമായിട്ട് നിലച്ച രീതിയിലായിരുന്നു കൊറോണയുടെ പ്രശ്നം കാരണം. ഇപ്പൊ 15 ദിവസമായിട്ട് വീണ്ടും കട തുറന്ന് ആന്റി ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ ഒരു വരുമാനം മാത്രമാണ് ആ വീട്ടിനുള്ളത്. ഒരു ഇടിഞ്ഞു പൊഴിഞ്ഞ് ഒരു വശത്തോളം ഇടിഞ്ഞു പൊഴിഞ്ഞൊരു വല്ലാത്ത വീട്ടിലാണ് ആന്റി താമസിക്കുന്നത്. ഇത്രയും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയും കൊണ്ട് ആ വീട്ടിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആന്റിയുടെ നിസ്സഹായാവസ്ഥയും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ചിറയൻകീഴ് പഞ്ചായത്തിലോ മറ്റു അധികൃതരോടോ 3 വർഷത്തിൽ കൂടുതലായി ആന്റി ഒരു പാർപ്പിടത്തിന് വേണ്ടി ധനസഹായം അപേക്ഷിച്ചിട്ട് ഇവരാരും ഇതുവരെ കന്നിട്ടില്ല.
ആന്റിക്ക് വേണ്ടി ഒരു പാർപ്പിടത്തിനായിട്ട്. അത്ര ഗതികെട്ട അവസ്ഥയിലാണ് എൻ്റെ ആന്റിയും കഴിയുന്നത്. എനിക്കൊരു സഹായത്തിന് വേണ്ടിയ എന്നെയും എൻ്റെ അമ്മയും എൻ്റെ മകനെയും താമസിക്കാൻ വേണ്ടി ആന്റി അവിടെ അനുവദിച്ചത്. ഇപ്പോൾ ആന്റിയുടെ ജോലി ഇവർ ഈ നാട്ടുകാർ കാരണം പോയ നിലയിലാണ്. ഈ 14 ദിവസം കഴിഞ്ഞ് ആന്റി ജോലിക്ക് ചെല്ലുന്ന സമയത്ത് ആന്റി അവിടെ ജോലിക്ക് നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ ആന്റിക്ക് ആ മകളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുകയും നിവർത്തിയുള്ളൂ. പിന്നെ എനിക്ക് ഇതുപോലുള്ള പ്രഷർ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ വേറെ നിവർത്തിയില്ല. എൻ്റെ അമ്മയും മകനെയും കൂട്ടി ഞാൻ ഉൾപ്പെടെ ആത്മഹത്യ ചെയ്യും. അതിന് പൂർണ്ണ ഉത്തരവാദി ഞാൻ ഈ പേരിൽ പറഞ്ഞിട്ടുള്ള രാധാമണി, സിനി, ചന്ദ്രബാബു, മോഹനൻ, സീന, സുധ എന്നീ ഈ പറയുന്ന നാട്ടുകാർ മാത്രമായിരിക്കും. ഇവർക്ക് മാത്രമേ ഈ ഞാനിവിടെ ക്വാറന്റൈനിൽ കിടക്കുന്നതിൽ പ്രശ്നമുള്ളൂ. അത് എന്ത് കാര്യമാണെന്ന് എനിക്കറിഞ്ഞൂടെ. എന്നോടുള്ള വൈരാഗ്യമാണോ, ഞാൻ അവർക്ക് എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്നെ രക്ഷിക്കണം. എന്റെ ഈ നിസ്സഹായാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നല്ലവരായ ആൾക്കാരെല്ലാം ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.